Good morning, all. ബാക്കി 4 ആൾക്കാർ അവിടെ അവരുടെ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ പറയണേ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആവുന്നില്ലേ? ഓക്കെ, യെസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസ് ആണ് അല്ലേ? ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് നോക്കി, ആൻഡ് സെക്കൻഡ് വൺ ടൈം റിവേഴ്സിംഗ് നോക്കി. ടൈം ഷിഫ്റ്റിംഗ് തന്നെയാണെങ്കിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്, 2 ഡയറക്ഷൻ ഉണ്ട്. ഇപ്പം എക്സ് ഓഫ് ടി പ്ലസ് 3 ആണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാ? ടി പ്ലസ് 3 ആണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാ ഷിഫ്റ്റ് ചെയ്യുക? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഓക്കെ ഓക്കെ, ഗുഡ്. ആൻഡ് എക്സ് ഓഫ് ടി മൈനസ് 3 ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അത് ആ 3 എന്നുള്ളതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് മാറിക്കൊണ്ടേയിരിക്കാം. എക്സ് ഓഫ് ടി മൈനസ് എ ആൻഡ് ടി പ്ലസ് എ എന്ന് കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് സെക്കൻഡ് വൺ ടൈം റിവേഴ്സിംഗ് ആണ്. ടൈം റിവേഴ്സിംഗ് എന്ന് വെച്ചാൽ നേരെ അതിന്റെ നെഗറ്റീവ് വാല്യൂസ്, ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ, ഡയറക്റ്റ് റിവേഴ്സ് ചെയ്യും. ഫിഗർ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ആക്സിസിന് മിറർ ഇമേജ് പോലെ ആയിട്ടാണ് ഫിഗർ വരിക. ഓക്കെ, ദെൻ തേർഡ് വൺ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗിലാണെങ്കിൽ ഞാൻ പറഞ്ഞു അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞത് 4u(t) ആണ്. ഇപ്പൊ u(t) നമുക്കറിയാം 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഒരു 1 യൂണിറ്റി വാല്യൂ ഉള്ള ഒരു സിഗ്നൽ ആണ്. അപ്പൊ അത് 4u(t) ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്നുള്ളത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ 4 ആയിരിക്കും. 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ 4 വാല്യൂ വരുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ടൈം സ്കെയിലിംഗ് ആണ്. ടൈം സ്കെയിലിംഗിൽ എന്താ, ടൈം വാല്യൂയാണ് സ്കെയിൽ ചെയ്യുന്നത്. ഓക്കെ, അത് 2 തരത്തിൽ പഠിച്ചിട്ടുണ്ടായി. എ ലെസ് ദാൻ 1 ആണെങ്കിലുള്ള കേസും എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലുള്ള കേസും. ഇത് കൺഫ്യൂസ്ഡ് ആകരുത്. എ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പൊ എക്സാമ്പിൾ എക്സ് ഓഫ് 2t ആണെങ്കിൽ, എക്സ് ഓഫ് 2t ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 1 എക്സ് ഓഫ് 2t ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടൈം വാല്യൂ തന്നിരിക്കുന്ന ഒരു സിഗ്നൽ ഉണ്ടാവും, ആ സിഗ്നലിന്റെ നമ്മൾ കംപ്രസ് ചെയ്യാണ് ചെയ്യുക എക്സ് ഓഫ് 2t ആണെങ്കിൽ. വിച്ച് മീൻസ് നമ്മൾ തന്നിരിക്കുന്ന സിഗ്നൽസിന്റെ ടൈം വാല്യൂസിനെ നമ്മളിപ്പോൾ ഇവിടെ 2t ആയതുകൊണ്ട് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എക്സ് ഓഫ് 18 എടുത്താൽ മതി, ജനറൽ ആയിട്ട് 18 എടുത്താൽ മതി. അപ്പം ആ വാല്യൂ ഓഫ് എ വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്യും. ഇനി ഇൻ ദ കേസ് ഓഫ് എക്സ് ഓഫ് 1/2t ആണെങ്കിലോ, എക്സ് ഓഫ് 1/2t ആണെങ്കിൽ എന്താണ്, ഇത് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സിഗ്നലിന്റെ ഈ ഒരു എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നലിന് ഈ ഒരു ഓപ്പറേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക, ഔട്ട്പുട്ട് സിഗ്നൽ എക്സ്പാൻഡ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അതെന്താണ്, നമ്മൾ തന്നിരിക്കുന്ന സിഗ്നലിന്റെ ടൈം വാല്യൂസ് നോക്കുക, അതിനൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ കിട്ടുന്നത് എക്സ്പാൻഡ് ആയിട്ടായിരിക്കും. അപ്പൊ അതാണ് 2 കേസ്, ടൈം സ്കെയിലിംഗിൽ വരുന്ന 2 കേസ്. ആൻഡ് ഫിഫ്ത്ത് വൺ സിഗ്നൽ അഡീഷൻ ആകാം. സിഗ്നൽ അഡീഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം, സബ്സ്ട്രാക്ഷൻ വരാം, ആൻഡ് ഡിവിഷൻ വരാം. ഓക്കെ, അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ആ സിഗ്നൽ നമ്മൾ ആഡും സബ്സ്ട്രാക്റ്റും ഒക്കെ ചെയ്യുന്നതാണ്. അത് നമുക്ക് ഇന്നലെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഇല്ല, അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സബ്സ്ട്രാക്ഷനും അഡീഷനും ഒക്കെ. ഈ ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസ് ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവരും ഇന്നലെ ഷെയർ ചെയ്ത PPT നോക്കിയിട്ടുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? പ്ലോട്ട് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി പ്ലസ് 1 പ്ലസ്
2 into u of t minus u of t minus 3 minus 2 into u of t minus 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓരോ ടേംസും സെപ്പറേറ്റ് എടുത്ത് വരച്ചു വെക്കുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് u of t plus 1 നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. സോ അതാണ് ആദ്യം വരച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യം വരച്ചിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? 2 into u of t, അത് വരച്ചിട്ടുണ്ട്. u of t വരക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ u of t minus 3 ആണ്. സോ 3 യൂണിറ്റ്സ് റൈറ്റേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയിരിക്കും. ആൻഡ് ഫൈനലി 2 into u of t minus 5, അതെന്തായിരിക്കും? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ റൈറ്റ് സൈഡിലേക്ക് ഒരു 5 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 അല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇവിടെ 2 ആയിരിക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് 5 അല്ല, ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം 2 into u of t minus 5 ആണ്. ഇത്ര വരെ വരയ്ക്കാൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിന് എക്സ് ഓഫ് ടി ആണ് കാണേണ്ടത്. ഓക്കെ, എക്സ് ഓഫ് ടി എങ്ങനെ കാണുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ത് വരയ്ക്കുക? നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഒരു എക്സ് ആക്സിസ് വരച്ചു. സെക്കൻഡ്, ഒരു എക്സ് ആക്സിസ് വരച്ചു, അതിനൊരു വൈ ആക്സിസും വരച്ചു. ഓക്കെ, ഇനി ഇതിന്റെ അപ്പൊ ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? എക്സ് ഓഫ് ടി ആണ് അല്ലെ? എക്സ് ഓഫ് ടി വേണ്ടത്. ഇനി ഇതിന്റെ വൈ ആക്സിസിലേക്ക് ഇവിടെ വരുന്നത് ആംബിയന്റ് ടി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കുക, ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സിഗ്നൽ u of t plus 1 എന്ന് നെക്സ്റ്റ് സെക്കൻഡ് സിഗ്നൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ? 2 into u of t ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഇതെങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ അപ്രോച്ച് ചെയ്യുന്നത് ടൈം വാല്യൂസ് നോക്കുക. ഈ സിഗ്നൽ നോക്കിയ ടൈം വാല്യൂസ് ഫസ്റ്റ് സിഗ്നൽ -1 to ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, -1 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. സെക്കൻഡ് സിഗ്നൽ ആണെങ്കിൽ 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ, തേർഡ് സിഗ്നൽ ആണെങ്കിൽ 3 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ, ആൻഡ് ഫോർത്ത് സിഗ്നൽ ആണെങ്കിൽ 5 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ അല്ലെ? അപ്പം ഓരോ സിഗ്നൽസും ഏതൊക്കെ ടൈം വാല്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര വരെ അത് ആ സിഗ്നൽ എത്ര വരെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. നെക്സ്റ്റ് നോക്കാം, ഈ -1 to 0 വരെ ഈ 4 സിഗ്നൽസിലെ ഒറ്റൊരു സിഗ്നൽ അല്ലേ വരുന്നുള്ളൂ? u of t plus 1 മാത്രമല്ലേ വരുന്നുള്ളൂ അല്ലെ? -1 to 0 വരെ വേറെ ഒരു സിഗ്നൽസും വരുന്നില്ലല്ലോ. ഈ 4 സിഗ്നൽസില് ഫസ്റ്റ് u of t plus 1 മാത്രമാണ് -1 to 0 വരെ വരുന്നുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ -1 to 0 വരെ 1 വാല്യൂ ഉള്ള ഒരു സിഗ്നൽ ആണുള്ളത്. ആ സിഗ്നൽ പ്ലസ് നെക്സ്റ്റ് വരുന്നത് 0 ആണ്, കാരണം അവിടെ -1 to 0 വാല്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ -1 to 0 വരെയുള്ള ഇവിടുത്തെ ഈ സിഗ്നൽ ഞാനിങ്ങനെ വരച്ച് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ പോർഷൻ ഈ ഫസ്റ്റ് സിഗ്നലിന് മാത്രമേ ഉള്ളൂ. അത് പ്ലസ് ഇവിടെ 0 വരും, മൈനസ് എന്ത് ചെയ്യാ? -1 to പോർഷൻ വേറെ അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്നില്ല, കാരണം ബാക്കി 3 സിഗ്നൽസിനും ആ ഒരു പോർഷൻ 0 ആണ്. അത് ക്ലിയർ ആണ്. ഇനി നോക്കേണ്ടത് 0 to ഉള്ള വാല്യൂസ് ആണ്. 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഫസ്റ്റ് സിഗ്നലിന് വാല്യൂ ഉണ്ട്, അത് 1 ആണ്. സെക്കൻഡ് സിഗ്നലിനും വാല്യൂ ഉണ്ട്, അത് 2 ആണ്. തേർഡ് സിഗ്നൽ എന്താ? 3 വരെ വാല്യൂസ് ഒന്നുമില്ല, 0 ആണ് അല്ലെ? ഫോർത്ത് സിഗ്നലിനും 5 വരെ വാല്യൂസ് ഒന്നുമില്ല, അതും 0 ആണ്. അപ്പം 3 വരെ സെക്കൻഡ് സിഗ്നലും 5 വരെ തേർഡ് സിഗ്നലും നമ്മൾ നോക്കുക വേണ്ട, കാരണം അതിന് വാല്യൂസ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഈ എക്സ് ആക്സിസിലെ ടൈം വാല്യൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ഇപ്പൊ -1 to 0 വരും. പിന്നെ എന്തൊക്കെയാ 1 2 3 4 5 1 2 3 കാരണം ഇത്ര വരെയാണ് ആ സിഗ്നൽസിൽ തന്നിരിക്കുന്ന നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ -1 to 0 ആ ഫിഗർ വരച്ചു. ഇനി നോക്കുക, ഈ തേർഡ് സിഗ്നൽ 3ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ അതിപ്പോ നോക്കണ്ട. ഫിഫ്ത്ത് സിഗ്നൽ 5ന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ ആ വാല്യൂ 0 ആണ്. ഇനി എന്ത് നോക്കാം, 0 to 3 വരെ സിഗ്നൽ എങ്ങനെ വരുന്നത് നോക്കണം. ഓക്കെ, ഇനി നോക്കാം. u(t+1) പ്ലസ് 2 into u(t) ആണ്. അപ്പം ഫസ്റ്റ് രണ്ട് സിഗ്നൽസ് ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഓൾറെഡി സിഗ്നൽ മാഗ്നിറ്റ്യൂഡ് 1 ഉണ്ട്, സെക്കൻഡ് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ഉണ്ട്. അപ്പൊ 1 + 2 ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും സിഗ്നൽ ടോട്ടൽ സ്ട്രെങ്ത് വരിക? 3 വരും അല്ലേ? ഇവിടത്തെ 1 ആണ്, ഇവിടെ 2 ആണ്, 3 വരും. ഇനി മൈനസ് ഇവിടെ എന്താ, 0 to 3 വരെ 0 ആണ്, ഇവിടെ 0 to 5 വരെ 0 ആണ്. സോ നമ്മളിപ്പോ വരക്കാൻ പോകുന്നത് 3 വരെയുള്ള സിഗ്നൽസ് ആണ്. ഓക്കെ, അത് എത്രയായിരിക്കും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ ഫസ്റ്റ് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, സെക്കൻഡ് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. അപ്പൊ 1 + 2 3 ആണ്. തേർഡിനും ഫോർത്തിനും അവിടെ വാല്യൂസ് ഇല്ല, 0 to 3 വരെ വാല്യൂസ് ഒന്നും ഇല്ല, 0 ആണ്. സോ അത് മൈനസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് വന്നു, 0 to 3 വരെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് 3 ഉള്ള ഒരു സിഗ്നൽ കിട്ടി. ഓക്കെ, ഇനി 3 വരെ എത്തി. 3ക്ക് ശേഷം എന്താ, തേർഡ് സിഗ്നൽ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് രണ്ട് സിഗ്നൽസിനെ ആഡ് ചെയ്തതിനോട് തേർഡ് സിഗ്നൽ മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പം 1 + 2 ഓൾറെഡി 3 മാഗ്നിറ്റ്യൂഡ് ഉള്ള സിഗ്നൽ ആണ്. അത് തേർഡ് സിഗ്നലോട് മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു 1 ആണ് മൈനസ് ചെയ്യേണ്ടത്, കാരണം അതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യും, അത് 1 3ന്ന് 1 കുറച്ച് എത്ര കിട്ടും, 2 വരും. അത് എത്ര വരെ വരും, 2 എന്നുള്ള വാല്യൂ എത്ര വരെ വരും, 5 വരെ വരും. കാരണം ഫോർത്ത് സിഗ്നൽ 5 വരെ 0 ആണ്. അപ്പം ഈ 2 എന്നുള്ള വാല്യൂവിന്റെ എഫക്റ്റ് 5 വരെ വരും. ഇവിടെ 2 വരുന്നുണ്ട്, 5 വരെ വരും. ഇനി 5-ലെത്തിയാൽ നോക്കുക, 5-ലെ ആ സിഗ്നൽ അവിടെ നിന്ന് വന്നു. അതും എന്താ, ഈ ഫസ്റ്റ് രണ്ട് സിഗ്നൽ പ്ലസ് മൈനസ് തേർഡ് സിഗ്നൽ മൈനസ് ഫോർത്ത് സിഗ്നൽ ആണ്. അപ്പൊ ഓൾറെഡി ഇതിന്റെ സ്ട്രെങ്ത്, ആ സിഗ്നൽ സ്ട്രെങ്ത് 2 ആയി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ആ 2നോട് ഈ സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ, 2 ആണ്. അപ്പൊ 2 - 2 എന്താവും, 0 ആകും. അപ്പം സിഗ്നൽ 5 എന്നുള്ള ടൈം പീരീഡ് വാല്യൂലേക്ക് എത്തുമ്പോഴേക്ക് സിഗ്നൽ എന്ത് ചെയ്യും, 0ലേക്ക് എത്തും. ഇങ്ങനെയാണ് ഇത് രണ്ടും ഈ ഒരു x(t) എന്നുള്ള സിഗ്നൽ കിട്ടുക. ഇതാണ് ഫൈനൽ x(t). ഇത് മനസ്സിലായിട്ടുണ്ടോ വരച്ചത്? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ, നമുക്കറിയാം x(t)ക്ക് 4 സിഗ്നൽസ് നമ്മൾ ആഡും സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ 4 സിഗ്നൽസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ x(t)ന്റെ സിഗ്നൽ എത്ര വരെ നമുക്ക് ടൈം വാല്യൂസ് ഉണ്ട് എന്ന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നോക്കുക, ഈ u(t+1) തുടങ്ങുന്നത് -1 ആണ്, വേറെ ഏതും നെഗറ്റീവ് വാല്യൂയിൽ തുടങ്ങുന്നില്ല. അപ്പം -1 to ആണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ x(t)ന്റെ ടൈം വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാം. ഓക്കെ, ആൻഡ് ദെൻ നോക്കുക എത്ര വരെ പോകാം. അപ്പം ഈ നമുക്ക് സെപ്പറേറ്റ് വരച്ചിരിക്കുന്ന ഓരോ സിഗ്നൽ ഫസ്റ്റ് വൺ -1 to 0, then പോസിറ്റീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് 0 to +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ 0 to 3 വരെ വാല്യൂസ് ഒന്നുമില്ല, നെഗറ്റീവ് വാല്യൂസും ഇല്ല, ഓൺലി 3 to +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫോർത്ത് വൺ 5 to +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് 4 സിഗ്നൽസ്. ഇനി ഓപ്പറേഷൻസ് നോക്കണം. ഫസ്റ്റ് സിഗ്നൽ പ്ലസ് സെക്കൻഡ് സിഗ്നൽ മൈനസ് തേർഡ് സിഗ്നൽ മൈനസ് ഫോർത്ത് സിഗ്നൽ ആണ്. ഓക്കെ, ഇനി ആദ്യം നോക്കാം ഈ -1 to 0 വരെ. ഇനി നമ്മൾ വരക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ -1 0 1 2 3 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോക്കുക എവിടേക്കാണ് ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത്തിൽ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന് -1 ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ 0-ൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 0 ശ്രദ്ധിക്കുക.
ദെൻ എന്ത് ചെയ്യാ, ഈ 3 ഉണ്ടാവും, കാരണം 3ക്ക് ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, ആൻഡ് 5 ഉണ്ടാവും. ഓക്കെ, അപ്പൊ 3, 5. അപ്പൊ ആ പോയിന്റുകൾ നോക്കി വെക്കുക. ഇനി നോക്കുക, -1 to 0 വരെ u(t+1) എന്ന് പറഞ്ഞ സിഗ്നൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം 0 ആണ് അല്ലെ. 3 സിഗ്നൽസിനും -1 നെഗറ്റീവ് വാല്യൂസ് ഒന്നും വരുന്നില്ല. അപ്പൊ അവിടെ ഒന്നും സിഗ്നൽസ് ഇല്ല, അപ്പൊ 0 ആണ്. അപ്പം u(t)ന്റെ ഈ -1 to 0 വരെയുള്ള 1 വാല്യൂ വരുന്ന സിഗ്നൽ മാത്രമായിരിക്കും ആ ഒരു പോർഷനിൽ ഉണ്ടാവുക. അപ്പൊ -1 to 0 എന്ത് ചെയ്യാം, ഇതുപോലെ സിഗ്നൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക, അവിടെ വരെ എത്തി. ഇനി 0 to ഉള്ള വാല്യൂസ് ആണ് നോക്കേണ്ടത്. അതിപ്പോ ന്യൂമറിക്കലി പറയുകയാണെന്ന് നോക്കിയാൽ -1 to 0 വരെ ഇവിടെ 1 ഉണ്ട്, 1 പ്ലസ് ഇവിടെ 0 ആണ്, മൈനസ് ഇവിടെ 0 ആണ്, മൈനസ് ഇവിടെയും 0 ആണ്. 1 അല്ലേ വരുന്നു, അപ്പൊ -1 to 0 വരെ 1 വരും. ഓക്കെ, ഇനി അടുത്ത വാല്യൂ നോക്കാം. നമുക്ക് വാല്യൂസ് ഇതുപോലെ നമ്പേഴ്സ് ഇട്ടിട്ട് പറയാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്തത് എത്ര, 0 to ആണ് നോക്കേണ്ടത്. ഇനി 0 to എത്ര വരെ നോക്കണം എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ നോക്കൂ, 0 to ഇനി ഒരു 3ക്കാണ് ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളത് അല്ലെ. അപ്പൊ 0 to 3 വരെയാണ് ഇനി നോക്കേണ്ടത്. അപ്പൊ 0 to 3 വരെ ഫസ്റ്റ് സിഗ്നൽ u(t) എത്രയാ, 1 ആണ് അല്ലെ, 1 പ്ലസ് സെക്കൻഡ് സിഗ്നൽ 2 into u(t) എത്രയാ, 0 to 3 വരെ നമുക്കറിയാം 2 ആണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, മൈനസ് തേർഡ് സിഗ്നൽ എന്താ, 0 to 3 വരെ അവിടെ സിഗ്നൽ ഉണ്ടോ, 0 to 3 വരെ u(t - 3ക്ക് സിഗ്നൽ വാല്യൂ ഉണ്ടോ, വാല്യൂ ഉണ്ടോ, ഇല്ല. അപ്പൊ എന്താ, അവിടെ 0 വരും. മൈനസ് 0 to 3 വരെ ഫോർത്ത് സിഗ്നലിനും വാല്യൂ ഇല്ല, കാരണം അത് 5 തൊട്ടാണ് അതിന്റെ സിഗ്നൽ വാല്യൂ തുടങ്ങുന്നത്. സോ അവിടെയും 0 വരും. അപ്പൊ നോക്കിയേ, 1 + 2, 1 + 2 എത്രയാ, 3 ആണ് 0 to 3 വരെയുള്ള സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഞാൻ 0 to 3 വരെ ഇതുപോലെ 3 ആംപ്ലിറ്റ്യൂഡ് വരുന്ന സിഗ്നൽ വരച്ചത്. ഓക്കെ, ഇനി ഒരു ചേഞ്ച് എവിടുന്ന വരിക, 3 കഴിഞ്ഞാൽ പിന്നെ 5ലാണ്. അപ്പം 3 to 5 വരെ ഉള്ള സിഗ്നൽസിന്റെ വാല്യൂ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ് അത് നോക്കുക. നെക്സ്റ്റ് എന്ത് നോക്കുക, 0 to 3 വരെ നോക്കി. ഇനി 3 to 5 വരെയാണ് നോക്കേണ്ടത്. 3 to 5 വരെയുള്ള സിഗ്നൽസ് ആണ് നോക്കേണ്ടത്. അപ്പൊ 3 to 5 വരെ നോക്കൂ, u(t) ഫസ്റ്റ് സിഗ്നൽ എന്താ, യൂണിറ്റി തന്നെയാണ്, 1 എന്നുള്ള വാല്യൂ ഉണ്ട്. 1 ഓപ്പറേഷൻ എന്താണ്, പ്ലസ് ആണ്, പ്ലസ് നെക്സ്റ്റ് 2 into u(t) എത്രയാ, അതിലും എന്താ, പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വാല്യൂ ഉണ്ട്, സോ അവിടെ 2 ഉണ്ടാവും, 1 + 2. ഓക്കെ, മൈനസ് 3 to 5 വരെ ഇവിടെ എന്താ വാല്യൂ ഉള്ളത്, തേർഡ് സിഗ്നലിൽ ഏത് വാല്യൂ ഉള്ളത്, 3 to 5 വരെ, തേർഡ് സിഗ്നലിന് ഓക്കെ 1 ഉണ്ട് അല്ലെ, 1. ഇനി ഫോർത്ത് സിഗ്നലിനോ, 0 to 5 വരെ ഏതാണ് വാല്യൂ ഉള്ളത്, 0 to 5 വരെ ഫോർത്ത് സിഗ്നലിൽ ഏതാണ് വാല്യൂ ഉള്ളത്, 0 to 5 വരെ നോക്കിയേ, 0 to 5 വരെ വാല്യൂ ഉണ്ടോ, വാല്യൂ ഉണ്ടോ, എത്രയാണുള്ളത്, ഇല്ല. ഓക്കെ, ഇപ്പൊ 0 ആണ്. ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ, അനുശ്രീ മാത്രമാണല്ലോ റെസ്പോണ്ട് ചെയ്യുന്നത്, വോയിസ് എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ, ആദിലിന് മനസ്സിലാവുന്നുണ്ടോ,
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരായാലും ചോദിക്കണേ. ഓക്കെ, അപ്പൊ 0 to 5 വരെ ഫോർത്ത് സിഗ്നലിന് വാല്യൂസ് ഒന്നും ഇല്ല, അപ്പൊ -0. അപ്പൊ എത്ര വരിക? 1 + 2 3, 3 - 1 2 അല്ലേ? അപ്പൊ നോക്കിയേ, 3 to 5 വരെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 2 ആണ്. 3 to 5 വരെ മാഗ്നിറ്റ്യൂഡ് 2 എഴുതി. അത് വന്നത് ക്ലിയർ ആയിട്ടില്ലേ? അപ്പൊ എന്താ ചെയ്യുക? സിഗ്നലിന് 2 ആയിട്ട് ഇതുപോലെ വരയ്ക്കാം. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 2 ആയിട്ട് സിഗ്നലിനെ വരയ്ക്കാം. പിന്നെ ഏതൊരു കേസ് ഉള്ള 5 ആൻഡ് എബോ അല്ലെ? 5 ആൻഡ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ ആ സിഗ്നലിന് എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കണം. അതാണ് ലാസ്റ്റ് കേസ്. ഫൈവ് തൊട്ട് അങ്ങോട്ട്. അപ്പൊ നോക്കുക, 5 തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എന്തായാലും ഫസ്റ്റ് സിഗ്നൽ u(t+1) ഉണ്ടാവും അല്ലെ? അത് 1 ഉണ്ടാവും. സെക്കൻഡ് സിഗ്നൽ എത്രയാ? 2, മാഗ്നിറ്റ്യൂഡിൽ 2 ഉണ്ടാവും. തേർഡ് സിഗ്നലോ? തേർഡ് സിഗ്നൽ എത്രയായിരിക്കും? അതും എന്തായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലെ? കാരണം 3 തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ അത് 1 തന്നെയാണ്. അപ്പൊ അതും അവിടെ ഉണ്ടാവും. ഇനി ഫോർത്ത് സിഗ്നലോ എത്രയായിരിക്കും? 5 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, 5 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ 2. ഇത് മൊത്തം നോക്കിയേ, 1 + 2 എത്രയാ? 3, 3 - 1 2, 2 - 2 = 0. എന്താ? 5 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ സിഗ്നൽ ഇല്ല, 0 ആണ്. സോ എന്ത് ചെയ്യുക? സിഗ്നൽ 5ലേക്ക് ഫിനിഷ് ചെയ്തു. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഇതുപോലെ മാഗ്നിറ്റ്യൂഡ് ഇതുപോലെ ന്യൂമറിക്കലായിട്ട് ആഡ് ആൻഡ് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ആദ്യം ചെയ്ത് x(t)ന്റെ ആ എത്ര സിഗ്നൽസ്? 4 5 6 എത്ര സിഗ്നൽസ് വരാം? 1 or 2 സിഗ്നൽസും വരാം. ആ സിഗ്നൽസ് സെപ്പറേറ്റ് എടുത്ത് വരയ്ക്കുക, എന്നിട്ട് അതിന്റെ ഓപ്പറേഷൻസ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ലിമിറ്റും നോക്കുക. ടൈം പീരീഡിലെ ഓരോ ലിമിറ്റും ആ ഒരു ചേഞ്ചസ് വരുന്ന ലിമിറ്റുകൾ നോക്കുക. ആ ലിമിറ്റുകൾക്കുള്ളിൽ ഓരോ സിഗ്നൽസും, ഇപ്പം ഫസ്റ്റ് നമ്മൾ എടുക്കുക -1 to 0 എടുക്കും, ദെൻ 0 to 3 എടുക്കും, ദെൻ 3 to 5 എടുക്കും, ആൻഡ് 5 ആൻഡ് പോസിറ്റീവ് ഇൻഫിനിറ്റി. അങ്ങനെ ലിമിറ്റുകൾ എടുക്കുക. ഓരോ ലിമിറ്റിനും എന്ത് ചെയ്യുക? ആ ഓപ്പറേഷൻസ് കൊടുക്കുക. ഫസ്റ്റ് സിഗ്നൽ പ്ലസ്, സെക്കൻഡ് സിഗ്നൽ മൈനസ്, തേർഡ് മൈനസ്, ഫോർത്ത്, ആ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് ഇതുപോലെ വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എളുപ്പമായിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ബോയ്സിന് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇന്നലെ എഴുതി എടുത്തല്ല, ഈ ആൻസർ കൂടി ഒന്ന് വേഗം വരച്ചു വെക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. ഇതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യേണ്ടതാണ്. സ്കെച്ച് ദ സിഗ്നൽ. വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. Sketch the signal. First one, u of 2 minus t, 2 of u minus t, and second one, r of minus t by 2 plus 2. രണ്ട് questions ആണ്. Sketch the signal. First one,
u of 2 minus t, and second one r of minus t by 2 plus 2. ക്വസ്റ്റ്യൻ എഴുതി എടുത്തോ? ഓക്കെ, അത് വരക്കാൻ പറ്റുന്നോ ഒന്ന് നോക്കിയേ. ആ സിഗ്നൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടത് സിഗ്നൽ ഏതാണ്? യു ഓഫ് 2 മൈനസ് ടി യു, ആർ ഓഫ് മൈനസ് ടി ബൈ 2 പ്ലസ് 2. ഇതെങ്ങനെ വരക്കാം? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ഓഫ് 2 മൈനസ് ടി. ഓക്കെ, ഇതിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് വരുന്നുണ്ട് പറഞ്ഞേ? നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് വരുന്നുണ്ട്? ആ ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ വരുന്നുണ്ടോ? ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് ആൻഡ് ടൈം റിവേഴ്സൽ വരുന്നുണ്ട് അല്ലേ? ഷാരോൺ ആബ്സെന്റ് ആണോ? പതിനൊന്ന് ആൾക്കാരല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പം ടൈം ഷിഫ്റ്റിംഗ് ആൻഡ് ടൈം റിവേഴ്സൽ വരുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? ആ ടൈം ഷിഫ്റ്റിംഗ് എങ്ങനെ മനസ്സിലായി? നമ്മുടെ ടൈം പീരീഡ് അല്ലെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ടിക്ക് യു ഓഫ് ടി എന്നുള്ളതിന് പകരം ഇവിടെ യു ഓഫ് 2 മൈനസ് ടി എന്നുള്ളത് അല്ലേ? അപ്പം ടിക്ക് ഒരു മൈനസ് ടി എന്നുള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? യു ഓഫ് മൈനസ് ടി പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതിൽ ടൈം ഷിഫ്റ്റിംഗ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ആ ടൈം റിവേഴ്സൽ നമ്മൾ നോട്ടീസ് ചെയ്യില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടൈം ഷിഫ്റ്റിംഗ് പ്ലസ് ടൈം റിവേഴ്സൽ എന്ന്. ഇതിന് ഇങ്ങനെ മാറ്റി എഴുതിയാൽ മനസ്സിലാവില്ലേ? യു ഓഫ് മൈനസ് ടി പ്ലസ് 2 എന്ന് മാറ്റി എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതുമ്പോൾ ഇതിലിപ്പം ടൈം ഷിഫ്റ്റിംഗ് കാണുന്നുണ്ട് അല്ലെ? ടി പ്ലസ് 2 ഉണ്ട്, റിവേഴ്സലും കാണുന്നുണ്ട്, കാരണം മൈനസ് ടി ആണ് അല്ലെ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ആ രണ്ട് ഓപ്പറേഷൻസ് വന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് ഒന്നിച്ചു വന്നു. ഇപ്പം ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിങ്ങും ടൈം ഷിഫ്റ്റിംഗ് ഒക്കെ ഒന്നിച്ച് വന്നാൽ പ്രശ്നമില്ല. നമുക്ക് ടൈം ഷിഫ്റ്റിംഗ് ചെയ്തിട്ട് ആംപ്ലിറ്റ്യൂഡ് ആ വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ ടൈം റിവേഴ്സലും ടൈം ഷിഫ്റ്റിംഗും ഒന്നിച്ച് വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടൈം ഷിഫ്റ്റ് ആണ്. ആദ്യം സിഗ്നലിലെ ടൈം ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത്, എന്നിട്ടേ നമ്മൾ ടൈം റിവേഴ്സൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വരക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യുക? യു ഓഫ് ടി പ്ലസ് 2 ആണ് നമ്മൾ വരക്കുക. ഫസ്റ്റ് നമ്മൾ ടൈം ഷിഫ്റ്റ് ആണ് വരക്കുക. ഇതെങ്ങനെയാ? പ്ലസ് 2 ആണല്ലേ? അപ്പം ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിഗ്നൽ വരക്കും. യൂണിറ്റ് എത്രയാ? 2 യൂണിറ്റ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ടി പ്ലസ് 2 ആണ്. എന്നിട്ട് നമ്മൾ ആ സിഗ്നലിന് എന്ത് എഴുതണം? യു ഓഫ് ടി പ്ലസ് 2 എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഷിഫ്റ്റിങ്ങും വരിക. ഈ സിഗ്നലിന് ടൈം ബസ് ചെയ്ത് എങ്ങനെയാ ഉണ്ടാവുക? നേരെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും മാറും. എങ്ങനെ വരക്കാം?
ഈ സിഗ്നൽ എന്താ? ഈ സിഗ്നൽ ആണ് u ഓഫ് മൈനസ് ടി പ്ലസ് 2. കണ്ടോ, ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, മൈനസ് യു ഓഫ് ടി പ്ലസ് 2 ഷിഫ്റ്റ് ചെയ്തു. ഇതുപോലെ വരും, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റിങ് വരിക. പിന്നെ എന്ത് ചെയ്യുക, അതിന്റെ റിവേഴ്സ് എടുക്കുക. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആ ഒരു സിഗ്നൽ ആ ഒരു വെർട്ടിക്കൽ ആക്സിസിന് ഫോൾഡ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു മിറർ ഇമേജ് പോലെ അത് വരും. ക്ലിയർ ആണോ? അപ്പം യു ഓഫ് 2 മൈനസ് ടി എന്ന് കാണുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഏതൊക്കെ ഓപ്പറേഷൻ ആണ്. പക്ഷെ ഇതിന് ഇതുപോലെ യു ഓഫ് മൈനസ് ടി പ്ലസ് 2 എന്ന് റീഅറേഞ്ച് ചെയ്ത് ദെൻ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് അതിൽ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും ഉണ്ട്, അതുപോലെ തന്നെ ടൈം റിവേഴ്സൽ ഓപ്പറേഷനും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുക എപ്പോഴും ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് വി ഹാവ് ടു ഷിഫ്റ്റ് ദ സിഗ്നൽ ആൻഡ് ദെൻ റിവേഴ്സ് സിഗ്നൽ. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യും, ദെൻ ആണ് റിവേഴ്സ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ ഇതാണ് ആൻസർ. ബട്ട് ഇതുപോലെ ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്തതും വരച്ച് കാണിക്കുക, ദെൻ റിവേഴ്സ് ചെയ്തതും വരച്ച് കാണിക്കുക. ക്ലിയർ അല്ലേ? അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആ വരുന്നത്, അത് നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആ വരുന്നതെന്ന് പറഞ്ഞേ. ആർ ഓഫ് മൈനസ് ടി ബൈ 2 പ്ലസ് 2 ആണ് സിഗ്നൽ, അതാണ് വേണ്ടത്. ഏതൊക്കെ ഓപ്പറേഷൻസ് ആ വരുന്നത് നോക്കിയേ. ഏതൊക്കെ ഓപ്പറേഷൻസ് ആ വരുന്നത്? ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ്, ടൈം റിവേഴ്സൽ, ടൈം സ്കെയിലിംഗ് അല്ലെ, ആ 3 ഓപ്പറേഷൻസും വരുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ഇവിടെ നോക്കിയേ, നെഗറ്റീവ് ഓഫ് ആണ് അല്ലെ, അതുകൊണ്ട് അവിടെ എന്ത് വരും? റിവേഴ്സൽ വരും അല്ലെ, റിവേഴ്സൽ വരും, ടൈം റിവേഴ്സൽ വരും. ഇത് ടി ബൈ 2 ആണ്. ടി ബൈ 2 എന്താണ്? ടൈം സ്കെയിലിംഗ് ആണ് അല്ലെ, ടൈം സ്കെയിലിംഗ് വരും. ആൻഡ് ടി പ്ലസ് 2 ആണ്, അതെന്താണ്? ഷിഫ്റ്റിംഗ് ആണ് അല്ലെ, ടൈം ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ടൈം റിവേഴ്സൽ വന്നു, ടൈം സ്കെയിലിംഗ് വന്നു, ടൈം ഷിഫ്റ്റിംഗ് വന്നു. അപ്പൊ എങ്ങനെ വരക്കാം? അപ്പൊ ഇവിടെ വരക്കുമ്പോൾ ആദ്യം ഒരു ഓർഡർ നോക്കണം. നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, ദെൻ റിവേഴ്സ് ചെയ്യുക. ഇവിടെ 3 വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റിംഗ്, ദെൻ എന്താണ്? ദെൻ സ്കെയിലിംഗ് ആണ്. ഫസ്റ്റ് ടൈം ഷിഫ്റ്റിംഗ്, ദെൻ ടൈം സ്കെയിലിംഗ്, ആൻഡ് തേർഡ് ആണ് ടൈം റിവേഴ്സിംഗ്. ഓക്കെ, ആദ്യം ടൈം ഷിഫ്റ്റിംഗ്, ദെൻ ടൈം സ്കെയിലിംഗ്, ദെൻ എന്താ? ടൈം റിവേഴ്സ്. ഓക്കെ, ആദ്യം ടൈം ഷിഫ്റ്റിംഗ് ആണ്, എല്ലാം ടൈം ആണ് ചെയ്യുന്നത്, ടൈം ഷിഫ്റ്റിംഗ് ആണ്, പിന്നെ ടൈം സ്കെയിലിംഗ് ആണ്, ആൻഡ് ഫൈനലി ടൈം റിവേഴ്സൽ ആണ്. ഓക്കെ, അപ്പൊ അതാണ് വേണ്ടത്. ഇവിടെ നോക്കണം, സ്കെയിലിംഗ് ശ്രദ്ധിക്കണം, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് അല്ല, ടൈം സ്കെയിലിംഗ് ആണ്. അപ്പൊ ആദ്യം ടൈം ഷിഫ്റ്റിംഗ്, ദെൻ ടൈം സ്കെയിലിംഗ്, ആൻഡ് ഫൈനലി ടൈം. അപ്പൊ നോക്കാനൊക്കെ വരുക, ആദ്യം ഷിഫ്റ്റ് ചെയ്തിട്ട് വരച്ചു നോക്കുക. ഓക്കെ, ആർ ഓഫ് ടി സിഗ്നൽ ആണെങ്കിൽ അത് 0 തുടങ്ങുന്നതിന് മുന്നേ എന്താ 2 ആണ്. സോ സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക ബൈ യൂണിറ്റ് 2. അപ്പൊ -2 വരും. എന്ത് ചെയ്യും? ആർ ഓഫ് ടി പ്ലസ് 2 എഴുതുക. ആർ ഓഫ് ടി പ്ലസ് 2 ആണ് ആദ്യം വരച്ചത് അല്ലെ, ഷിഫ്റ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക? അതിനെ സ്കെയിൽ ചെയ്യുക. സ്കെയില് ടി ബൈ 2 ആണ്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? എക്സ്പാൻഡ് ചെയ്യണോ കംപ്രസ് ചെയ്യണോ? എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യണോ? വൈഷ്ണവ് പറഞ്ഞേ. ഓക്കെ, എക്സ്പാൻഡ്. വൈഷ്ണവിന് ഓഡിബിൾ അല്ലേ?
എക്സ്പാൻഡ് ആണ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ വാല്യൂ എന്താവും? ടൈം വാല്യൂ എന്താവും? സിഗ്നൽ ഓൾറെഡി -2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താവും? T/2 ആണ്. അപ്പൊ എന്താവും വാല്യൂ? വൈഷ്ണവ് ഒന്ന് പറഞ്ഞേ, എന്താവും വാല്യൂ? എത്ര വാല്യൂലാണ് ഈ സിഗ്നൽ നെഗറ്റീവിൽ തുടങ്ങേണ്ടത്? ഓൾറെഡി R(t+2) എന്ന് പറയുന്നത് -2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി R(t/2+2) ആണെങ്കിലോ അത് /2 ആയതുകൊണ്ട് എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഡ് ആവുന്ന സമയത്ത് ആ ടൈം വാല്യൂവിനെ ഇവിടെ 2 ആണ് തന്നത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണോ ചെയ്യേണ്ടത്, ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഇത് വൈഷ്ണവിന് മനസ്സിലായിട്ടില്ലേ? ഡിവിഷൻ ആണോ? ഇവിടെ T/2 വന്നു കഴിഞ്ഞാല് സിഗ്നൽ എക്സ്പാൻഡ് ആണ് ചെയ്യേണ്ടത്. എക്സ്പാൻഡ് ചെയ്യാൻ മീൻസ് ഓൾറെഡി ഉള്ള ഈ ടൈം വാല്യൂവിനെ കൊണ്ട് ഏതാണോ /2 /a എന്നാണ് ജനറൽ ആയിട്ട് എടുക്കുക. ഇവിടെ /2 ഉള്ളത്. സോ -2 × 2 ആണ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് സിഗ്നൽ -4 സ്റ്റാർട്ട് ചെയ്യും. -4. സിഗ്നൽ കുറച്ചുകൂടി നീറ്റ് ആയിട്ട് വരയ്ക്കുക. റാം സിഗ്നല് -4 സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ വരും. എക്സ്പാൻഡ് അല്ലേ? 2t ആണെങ്കിലാണ് ഡിവൈഡ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യുക. അപ്പൊ -1 എന്നാണ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത് T/2 ആണ്. സോ എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത്. സോ ആ ടൈം വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2t ആണെങ്കിൽ ടൈം വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുക. 1/2 ആണെങ്കിൽ 1/2 × t ആണെങ്കിൽ അല്ലെങ്കിൽ T/2 ആണെങ്കിൽ ടൈം വാല്യൂവിനെ കൊണ്ട് അതിന് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ -4 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചോദിച്ചപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടൈം ഷിഫ്റ്റിംഗ് ചെയ്തു, ദെൻ ടൈം സ്കെയിലിംഗ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ടൈം റിവേഴ്സിംഗ് ചെയ്യണം അല്ലേ? അപ്പം R(t/2 + 2) ഇതാണ് ഫൈനലായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ വരും സിഗ്നൽ? ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്കെയിലിംഗ് വരെ ചെയ്തു കഴിഞ്ഞു അല്ലേ? ഇനി അതിന്റെ റിവേഴ്സലാണ് ഉള്ളത്. അപ്പൊ റിവേഴ്സലാണെങ്കിൽ -4 പകരം 4 വരും. എന്നിട്ട് എന്ത് ചെയ്യും? -∞ സിഗ്നൽ പോകും. മനസ്സിലായോ? ഫൈനൽ ആൻസർ ഇതാണ്. ഇതാണ് ഫൈനൽ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് എങ്ങനെയാണ്? അതപ്പോൾ നിങ്ങൾ ആ 2-3 സ്റ്റെപ്പുകൾ വരച്ചിട്ട് തന്നെ കാണിക്കുക. ഫൈനൽ ആൻസർ ഇതാണ്. 4 t x ആക്സിൽ t മാർക്ക് ചെയ്യുക, y ആക്സിൽ R(-t/2 + 2) മാർക്ക് ചെയ്യുക. ഇതാണ് ഫൈനൽ ആൻസർ. ഇവിടെ 0 മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഇവിടെ 2 ആ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് കാണിക്കാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ആയിരിക്കെങ്കിലും? ഓക്കെ ആണല്ലേ? ഓക്കെ, ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1. Present, miss. Okay. 2. Present, miss. 3. Present, miss. 4. Present, miss. 5. Present, miss. 6. Present, miss.
7, Present, Miss. 8, Present, Miss. 9, Present, Miss. 10, Present, Miss. 11, Present, Miss. 12. Present, Miss. ഓക്കെ. ഷാരൂണ് നേരത്തെ ഉണ്ടായിരുന്നോ? ക്ലാസ് അറ്റൻഡ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഓൾ പ്രസന്റ് ആണല്ലേ? ഓക്കെ, അപ്പൊ ഇത് വരച്ചെടുത്ത് കഴിഞ്ഞില്ലേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒറ്റൊരു ക്വസ്റ്റ്യൻ തരും. ഒരു സിഗ്നൽ പ്ലോട്ട് ചെയ്യേണ്ട, അതൊന്ന് നിങ്ങൾ ചെയ്തിട്ട് നാളെ എനിക്ക് ആൻസർ കാണിച്ചു തരണം. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞാൽ മാത്രം ശരിയല്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലേ അത് ഓക്കെ ആവുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം. ഓക്കെ.